ബെർച്ച് റിഡക്ഷൻ റിയാക്ഷൻ്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. രണ്ട് റിങ്സ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു റിങ്ങിനെ മാത്രം പെർട്ടിക്കുലർലി റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബെർച്ച് റിഡക്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ CH3 അല്ലേ, അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നു, HH. ഇതിൽ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സെറ്റ് കെമിസ്ട്രി 2026 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 5ാമത്തത് പെരിസൈക്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നേ. അപ്പോൾ ചോദ്യം നോക്കിക്കേ നിങ്ങൾ. ദ കൺവേർഷൻ ഓഫ് എ പ്രീ കാൽസിഫെറോൾ ടു കാൽസിഫെറോൾ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നോക്കി ഒരു കൺവേർഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു തന്നിട്ടുള്ള റിയാക്ഷൻ മാത്രം ഒന്ന് നോക്കുക. ഇവിടെ ഇത് ഏത് ടൈപ്പ് ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ഇലക്ട്രോസൈക്ലിക് റീഅറേഞ്ച്മെന്റ് ആണോ, 1,7 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണോ, 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണോ, 3,3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോൾ സൈക്ലോ അഡിഷൻ റിയാക്ഷൻസ്, ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിലൊക്കെ റിങ്ങിന്റെ ക്ലോഷർ അല്ലെങ്കിൽ റിങ്ങിന്റെ ഓപ്പണിംഗ് ഒക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെ ചേഞ്ചസ് വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആകെ നമ്മൾ നോക്കുമ്പം നടന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബാക്കി ഒരു പോയിന്റ്സിലും ബാക്കി ഒരു പൊസിഷൻസിലും വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു പൊസിഷൻസിൽ ഈ ഡബിൾ ബോണ്ട് ദെൻ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ആയിരുന്നു, അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ സിംഗിൾ ബോണ്ടായി. ദെൻ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേന് ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ സിംഗിൾ ബോണ്ടായി. ദെൻ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേന് ഈ ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ടായി. പകരം ഈ CH3 എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറി. അപ്പൊ ആ ഒരു ചേഞ്ച് ആണ് ആകെ മൊത്തം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഏത് ടൈപ്പ് ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിന്റെ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിക്കേ. ദ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആർ ദ ക്ലാസ് ഓഫ് ഇൻട്രാമോളിക്കുലർ കൺസർട്ടഡ് പെരിസൈക്ലിക് റിയാക്ഷൻസ് വെയർ the sigma bond migrate across the pi system into a new position with a simultaneous shift of electrons. അപ്പം യൂഷ്വലി സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പെരിസൈക്ലിക് റിയാക്ഷൻസ്. ആൻഡ് അവിടെ എന്താണ് നടക്കുന്നത് നോക്കിക്കേ. സിഗ്മ ബോണ്ട് മൈഗ്രേറ്റ് അക്രോസ് എ പൈ സിസ്റ്റം ടു എ ന്യൂ പൊസിഷൻ. അപ്പോൾ പൈ സിസ്റ്റത്തിലൂടെ സിഗ്മ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്ത് ഒരു പുതിയ പൊസിഷനിൽ അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, പൈ സിസ്റ്റത്തിലൂടെ സിഗ്മ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പൊസിഷൻ അറ്റൈൻ ചെയ്യുന്നു. അതാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും ഇവിടുത്തെ ഈ ഒരു സിഗ്മ ബോണ്ട് ഓക്കെ, പ്രൊഡക്റ്റിനകത്ത് പുതിയതായിട്ടൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് നിൽക്കുന്നത് എവിടെയാണ്? ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ഹൈഡ്രജൻ വരണം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ CH3 അല്ലേ, അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നു, HH. ഇതിൽ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയ സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. അതെങ്ങനെയാ ഫോം ചെയ്തത്? ഈ ബോണ്ട്സ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിഗ്മ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ സിഗ്മാട്രോപ്പിയുടെ കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. സിഗ്മ ബോണ്ട്സ് ഷിഫ്റ്റ് അഗെയിൻസ്റ്റ് ദ പൈ ഇലക്ട്രോൺ സിസ്റ്റം ആൻഡ് ഇറ്റ് ഓക്കുപ്പൈ എ ന്യൂ പൊസിഷൻ അല്ലെ. സിഗ്മ ബോണ്ട് പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും അത് പുതിയൊരു പൊസിഷൻ അറ്റൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വന്നു എങ്കിൽ ഇനി ഇത് ഏത് സിഗ്മാട്രോപ്പി ആണ്? 3,3 സിഗ്മാട്രോപ്പി ആണോ, 1,7 സിഗ്മാട്രോപ്പി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കേ, ഞാൻ 1,5 സിഗ്മാട്രോപ്പിയുടെയും 1,7 സിഗ്മാട്രോപ്പിയുടെയും കണ്ടീഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഞാൻ ജസ്റ്റ് നമ്പറിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1, 2, 3, 4, 5 ഓക്കെ. ഇവിടെ 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഈ സിഗ്മ ബോണ്ട് 5th പൊസിഷനിൽ നിന്നും ഏത് പൊസിഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ഫസ്റ്റ് പൊസിഷനിലേക്കാണ് അല്ലെ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 7th പൊസിഷനിലുള്ള ഈ സിഗ്മ ബോണ്ട് ഫസ്റ്റ് പൊസിഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പകരം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആർക്കൊക്കെ ഇടയിലാണ് ആ സിഗ്മ ബോണ്ടിന്റെ ട്രാൻസ്ഫറൻസ് സംഭവിച്ചിട്ടുള്ളത്? 1, 7, 5ന്റെയും അല്ലെ, ഫസ്റ്റും 5ന്റെ ഇടയിലാണ്. അപ്പൊ അതിനെ നമ്മൾ 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് വിളിച്ചു. ആൻഡ് ഇവിടെ ഷിഫ്റ്റ് നടന്നിട്ടുള്ളത് എത്രാമത്തെ ആറ്റംസിന്റെ ഇടയിലാണ്? ഫസ്റ്റ് ആൻഡ് 7th ആറ്റംസിന്റെ ഇടയിലാണ്.
അതിനെ നമ്മൾ 1,7 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നു. ഇനി ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, സിഗ്മാട്രോപ്പി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെ ആറ്റംസിന്റെ ഇടയിലാണ് ആ സിഗ്മ ബോൺസ് ഷിഫ്റ്റ് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് ഞാൻ 1, 2, 3, 4, 5, 6, 7 സെവൻത് പൊസിഷനിലുള്ള ഹൈഡ്രജൻ ആണ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്? ദാണ്ട് ഈ ഫസ്റ്റ് പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഹൈഡ്രജൻ ആയി, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തത്. അപ്പൊ ഇവിടെയും നോക്കിക്കേ, ഏതൊക്കെ ആറ്റംസ് തമ്മിലാണ് സിഗ്മ ബോണ്ടിന്റെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത്? ആ ഫസ്റ്റും സെവൻത്തും അല്ലെ. അപ്പൊ ഇതും എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? 1,7 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, 1,7 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കാരണം വെയ്റ്റ്സ് റൂൾ എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ അത്യാവശ്യം എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഒന്നാണ് വെയ്റ്റ്സ് റൂള്. അപ്പം നമുക്ക് സിമ്പിൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് സാധാരണ വെയ്റ്റ്സ് റൂളിൽ നിന്നും വരുന്നത്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കൺഫേം അല്ല. നമ്മുടെ ഫൈനൽ ആൻസർ കീ വരുമ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇത് ഡിലീറ്റ് ചെയ്തോ അതോ ഇത് കൗണ്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ചോദ്യം നിങ്ങൾ നോക്കിക്കേ, അപ്ലൈ വെയ്റ്റ്സ് റൂൾ ടു ഐഡന്റിഫൈ അരക്കനോബൊറൈൻ ക്ലസ്റ്റർ. അരക്കനോബൊറൈൻ ക്ലസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. അപ്പം നമ്മൾ വെയ്റ്റ്സ് റൂള് വെച്ചിട്ട് നമ്മൾ ക്ലോസോ, നിഡോ, ഹൈപ്പോ, അരക്കനോ ബൊറൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലോസോ, നിഡോ, അരക്കനോ, ഹൈഫോ ബൊറൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലോസോ ആണ് സ്ട്രക്ചർ എങ്കിൽ നമ്മൾ HN+2 അല്ലെങ്കിൽ BnHN2- എന്നാണ് നമ്മൾ ജനറലി ക്ലോസോ ബൊറൈൻസിനെ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ നിഡോ ബൊറൈൻസിനെ നമ്മൾ BnHN+4 അല്ലാന്നുണ്ടെങ്കിൽ BnHN4- എന്നാണ് നമ്മൾ പൊതുവെ നിഡോ ബൊറൈൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അരക്കനോ ബൊറൈൻസിന്റെ കേസിൽ BnHN+6 അല്ലാന്നുണ്ടെങ്കിൽ BnHN6- എന്നാണ് നമ്മൾ പൊതുവെ അരക്കനോ ബൊറൈൻസിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ആൻഡ് ഹൈപ്പോ ബൊറൈൻസിനെ നമ്മൾ BnHN+8 അല്ലാന്നുണ്ടെങ്കിൽ BnHN8- എന്നാണ് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ക്ലോസോ, നിഡോ, അരക്കനോ, ഹൈപ്പോ ബൊറൈൻസിനെ പൊതുവേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഇപ്പം നമുക്കൊരു സ്പീഷീസിൽ B6H14 എന്നൊരു സ്പീഷീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് B6H6 +8 എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് അല്ലെ. 6+8 അല്ലേ 14. അപ്പം B6H6+8 ആണ്, അതായത് BnHN+8 ആണ്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഹൈപ്പോബൊറൈൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ B6H8 ആണെന്നുണ്ടെങ്കിൽ അത് B6H6+2 ആണ്, അതായത് BnHN+2 ആണ്, ക്ലോസോയാണ്. അപ്പം ജനറലി നമുക്ക് സ്ട്രക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അത് ഏത് ടൈപ്പ് ഓഫ് ബൊറൈൻസ് ആണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇതിപ്പോൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയിക്കേ. ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള സ്പീഷീസ് എന്തൊക്കെയായിരുന്നു? B7H7 ഒന്നാമത്തെ സ്പീഷീസ് B7H7 2- ആണ്. അപ്പൊ അത് BnHN2- ഫോർമാറ്റിലായതുകൊണ്ട് അതെന്താണ്? ക്ലോസോയാണ്. അടുത്ത നോക്കിക്കേ, B8H16 എന്ന് പറയുന്നത് B8H8+8 ആണ് അല്ലെ, അതായത് BnHN+8 ആണ്. അപ്പൊ ഇത് ഹൈപ്പോയാണ്, ഇത് ഹൈപ്പോ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്പീഷീസ്. നാലാമത്തേതാണ് B5H9 ആണ്. അപ്പൊ അത് നമുക്ക് B5H9 എന്ന് പറയുമ്പോഴത്തേന് എന്താ വരിക? B5H9 എന്ന് വരുമ്പോഴത്തേന് B5H5+4 എന്ന് വരും. അത് നിഡോ സ്ട്രക്ചർ ആണ് അല്ലെ.
അപ്പൊ ഇത് മൂന്നും അല്ല എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ വരത്തില്ല, ഓപ്ഷൻ സി വരത്തില്ല, ഓപ്ഷൻ ഡി വരത്തില്ല. അത് വെച്ചിട്ട് ഭൂരിഭാഗം ആളുകളും ബി തന്നെ മാർക്ക് ചെയ്യും, കാരണം നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഉറപ്പിച്ച് ബി തന്നെ മാർക്ക് ചെയ്യും. പക്ഷെ ബിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ B10 H15 2- എന്നാണ് അല്ലെ. അപ്പൊ ഇതിനെ ഞാനിപ്പം B10 H16- എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. B10 H15 2- എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ B10 H16- എന്നും എഴുതാം. അപ്പൊ നോക്കിക്കേ, ഇത് B10 H10+6- എന്ന് വരും അല്ലെ. അതായത് BN HN+6- എന്നാണ് വരുന്നത്. അപ്പൊ യൂഷ്വലി BN HN+6 ആണ് ആരുടെ പൊതുവായിട്ടുള്ള ജനറൽ സ്ട്രക്ചർ വരിക? അരക്കനോട് പൊതുവായിട്ടുള്ള സ്ട്രക്ചർ വരിക. പക്ഷെ ഇവിടെ ഒരു അധികമായിട്ടൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അവിടെ മീൻസ് എക്സ്ട്രാ ഒരു എന്താണ്, ഒരു ഹൈഡ്രജനും കൂടെ വരുന്നു എന്നുള്ളതാണ് യൂഷ്വലി മീൻ ചെയ്യുന്നത്. ഓക്കെ, എക്സ്ട്രാ ഒരു പൊസിഷനും കൂടി വരുന്നു എന്നാണ്. അരക്കനോ ബൊറൈൻസിനകത്ത് ഒരു എക്സ്ട്രാ പൊസിഷനും കൂടി വരുന്നു, അതാണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. അപ്പൊ പൊതുവേ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത് ഇപ്പൊ BN HN+6 ഫോർമാറ്റിലുള്ള സ്പീഷീസിനാണ്. ഇവിടെ BN HN+6 പിന്നെ ഒരു നെഗറ്റീവ് ചാർജും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ യൂഷ്വലി നമ്മൾ ഇവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിനെ കൗണ്ട് ചെയ്യുന്ന സമയത്തും അരക്കനോബൊറൈൻസിന്റെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന് സിമിലർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് വെച്ചിട്ട് നമുക്കിത് അരക്കനോ ആണെന്ന് പറയാം. പക്ഷെ ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് 100% പറയാൻ പറ്റത്തില്ല, കാരണം അരക്കനോ ബൊറൈൻസിന്റെ അകത്തുനിന്ന് ഒരു സ്പീഷീസിനെ റിമൂവ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. അപ്പൊ അതിനെ നമുക്ക് ബാക്കിയുള്ളവരൊന്നും അരക്കനോ കാറ്റഗറിയിൽ വരില്ല. അപ്പം പിന്നെ വരാൻ സാധ്യതയുള്ളത് അവർ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയാം. പക്ഷെ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം എന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 7ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ. അപ്പൊ ഈ റിയാക്ഷനെ നമ്മുടെ പെരിസൈക്ലിക് റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നോക്കിയിട്ട് ഇതിലേത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക. 4n pi electron system involving thermal disrotatory process, 4n pi electron system involving photochemical disrotatory process, 4n plus 2 pi electron system involving photochemical conrotatory process, 4n plus 2 pi electron system involving thermal conrotatory process. അപ്പോൾ ഈ തന്നിട്ടുള്ള റിയാക്ഷനിൽ ഇതിലേത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റിയാക്ഷനൊക്കെ നോക്കി അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പെരിസൈക്ലിക്കിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് പെരിസൈക്ലിക്കിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ എന്ന് കരുതുക. അങ്ങനെയുള്ളവർക്കും ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കേ. ആദ്യത്തെ 2 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 4n pi ഇലക്ട്രോൺ സിസ്റ്റം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ 4n plus 2 pi ഇലക്ട്രോൺ സിസ്റ്റം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ, ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയുണ്ടെന്ന്. 2, 4, 6, 8, 10, 12, 14 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ടോട്ടലി ഉള്ളത്. അത് 4n സിസ്റ്റം ആണോ 4n plus 2 സിസ്റ്റം ആണോ 14 ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം? 4n plus 2 സിസ്റ്റത്തിനകത്തും n-ന് 2 വരുമ്പോഴത്തേന് എന്താ വരിക? 3 വരുമ്പോൾ n-ന് 3 വന്നാൽ എന്താ വരിക? 4 into 3 plus 2 which is equal to 14 അല്ലേ? അപ്പൊ 4n plus 2 സിസ്റ്റം വിത്ത് n is equal to 3 വരുന്ന കണ്ടീഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ചോദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് 4n സിസ്റ്റം അല്ല 4n plus 2 സിസ്റ്റം ആണെന്ന്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എയും ബിയും അവോയ്ഡ് ചെയ്യാം. ദെൻ 4n plus 2 സിസ്റ്റം എന്ന് വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. അതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഈ ഒരു ടേബിള് പെരിസൈക്ലിക് റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഒന്നുമില്ല, ടേബിളിനകത്ത് കണ്ടീഷൻസ് എന്നാണ് ഫസ്റ്റ് കോളം. ആദ്യത്തേത് 4n pi സിസ്റ്റം, 4n plus 2 pi സിസ്റ്റം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ 4n pi സിസ്റ്റത്തിന്റെ തേർമൽ ആൻഡ് ഫോട്ടോകെമിക്കൽ കണ്ടീഷൻസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിനകത്ത് 4n plus 2 pi ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ തേർമൽ ആൻഡ് ഫോട്ടോകെമിക്കൽ കണ്ടീഷൻസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. നിങ്ങൾ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ ആകെ വേറെ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കുക. 4n സിസ്റ്റത്തിന്റെ കേസിൽ തേർമൽ കണ്ടീഷനിൽ
നമുക്ക് കോൺ റൊട്ടേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഫോറിൻ സിസ്റ്റത്തിന്റെ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ ഡിസ്റൊട്ടേഷൻ ആണ് പോസിബിൾ. അപ്പൊ യൂഷ്വലി തെർമൽ കണ്ടീഷനെ നമ്മൾ ഡെൽറ്റ വെച്ചിട്ടും ഫോട്ടോകെമിക്കൽ കണ്ടീഷനെ HNu വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഡെൽറ്റ ഉണ്ടെങ്കിൽ അത് തെർമൽ കണ്ടീഷൻ ആണ്, HNu ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ ആണ്. പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പൊ അതും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഫോറിൻ സിസ്റ്റത്തിൽ തെർമൽ കണ്ടീഷനിൽ അവർ കോൺ റൊട്ടേഷനും ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ അവർ ഡിസ്റൊട്ടേഷനുമാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ തെർമൽ കണ്ടീഷനിൽ അവർ ഡിസ്റൊട്ടേഷനും ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ അവർ കോൺ റൊട്ടേഷനുമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ താണ്ടെ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫോറിൻ സിസ്റ്റവും ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റവും. ഓക്കെ, രണ്ടിൻ്റെയും തെർമൽ കണ്ടീഷനും ഉണ്ട്, ഫോട്ടോകെമിക്കൽ കണ്ടീഷനും ഉണ്ട്. ഓക്കെ, ഫോറിൻ സിസ്റ്റത്തിന്റെ കേസിൽ തെർമല് കോൺ റൊട്ടേഷൻ, ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ ഡിസ്റൊട്ടേഷൻ. ഫോറിൻ പ്ലസ് 2 നേരെ തിരിയും, കോൺ എന്നുള്ളത് ഡിസ്റൊട്ടേഷനും ആവും, ഡിസ്റൊട്ടേഷൻ എന്നുള്ളത് കോൺ റൊട്ടേഷനും. ഈ ടേബിൾ ഇങ്ങനെ അങ്ങ് കാണാതെ വരയ്ക്കാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഡെൽറ്റ HNu തെർമൽ കണ്ടീഷൻ, ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ, ഫോറിൻ സിസ്റ്റം, ഫോറിൻ പ്ലസ് 2 സിസ്റ്റം. ഫോറിൻ സിസ്റ്റത്തിന്റെ കോളത്തിന്റെ ഓർഡർ വരുന്നത് സി കഴിഞ്ഞല്ലേ ഡി. അപ്പൊ ആദ്യത്തെ കോളത്തിൽ സി കഴിഞ്ഞാണ് ഡി വരുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് കോളം ആകുമ്പോൾ തിരിയും, ഡി സി എന്നാവും. ഓക്കെ, അപ്പൊ സി ഡി എന്ന് പറയുമ്പോൾ കോൺ റൊട്ടേഷൻ ഡിസ്റൊട്ടേഷൻ, തെർമൽ കണ്ടീഷൻ കോണ്, ഫോട്ടോകെമിക്കൽ ഡിസ്. ആൻഡ് ഫോറിൻ പ്ലസ് 2 സിസ്റ്റം വരുമ്പോൾ അത് നേരെ തിരിയും. ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്ക് ചോദ്യത്തിനകത്ത് ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആൻഡ് ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ തെർമൽ കണ്ടീഷനിൽ സിസ്റ്റം ഡിസ്റൊട്ടേഷൻ ആയിരിക്കും കാണിക്കുക, ആൻഡ് ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ കോൺ റൊട്ടേഷൻസും ആയിരിക്കും കാണിക്കുക. ഓക്കെ, തെർമൽ കണ്ടീഷനിൽ ഡിസ്റൊട്ടേഷനും ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ കോൺ റൊട്ടേഷനും. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ, മൂന്നാമത്തെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നു ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ കോൺ റൊട്ടേഷൻ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കണ്ടീഷനാണ്. രണ്ടാമത്തെ നോക്കിക്കേ, തെർമൽ കണ്ടീഷനിൽ കോൺ റൊട്ടേഷൻ. തെർമൽ കണ്ടീഷനിൽ ഫോറിൻ പ്ലസ് 2 സിസ്റ്റം കോൺ റൊട്ടേഷൻ ആണോ ആക്ച്വലി കാണിക്കുക? അല്ല, ഡിസ്റൊട്ടേഷൻ ആണ് കാണിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച കാര്യം അനുസരിച്ചിട്ട് ഫോറിൻ പ്ലസ് 2 പൈ ഇലക്ട്രോൺ സിസ്റ്റം ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ എന്ത് മാത്രമേ പ്രകടമാക്കുള്ളൂ? കോൺ റൊട്ടേഷൻസ് മാത്രമേ പോസിബിൾ ആക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ? ആക്ച്വലി ഓപ്ഷൻ സി മാത്രം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അത് കോൺ റൊട്ടേഷൻ ആണോ ഡിസ്റൊട്ടേഷൻ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ജസ്റ്റ് മറ്റേ ടേബിൾ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ ഫോറിൻ പ്ലസ് 2 സിസ്റ്റം കോൺ റൊട്ടേഷൻ ആണോ ഡിസ്റൊട്ടേഷൻ ആണോ എന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വരുന്ന പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന പെരിസൈക്ലിക്കിൽ കോൺ റൊട്ടേഷൻ ഡിസ്റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ ആണേ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എട്ടാമത്തെ ചോദ്യം, ദ NMR സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആസ്. അപ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇൻസ്ട്രുമെന്റേഷനിൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഓക്കെ, സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോൺസ് ഗ്ലോവർ ആണോ, ക്ലിസ്ട്രോൺ വാൽവ് ആണോ, ഡ്യൂറ്റീരിയം ലാമ്പ് ആണോ, RF ട്രാൻസ്മിറ്റർ ആണോ? RF ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ എന്നാണ് അല്ലേ? അപ്പോൾ NMR സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ യൂഷ്വലി ഏത് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ട്. റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്തായിരിക്കും? RF ട്രാൻസ്മിറ്റേഴ്സിനെയാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയേഷൻ സോഴ്സ് ആയിട്ട്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കാം, ഇനി NMR സ്പെക്ട്രോസ്കോപ്പി, ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് എ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഓർ RF transmitter. The technique involving placing the sample in a powerful static magnetic field and then subjected it to pulse of radio waves. These RF pulses provide the energy required to excite the nuclei from the lower energy spin state to the higher spin. അപ്പോൾ ഈ RF ട്രാൻസ്മിറ്ററിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ഉണ്ടല്ലോ, ഈ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ലോവർ എനർജി സ്പിന്നിൽ നിന്നും ന്യൂക്ലിയേസ്, ഡിഫറെൻറ്റ് ന്യൂക്ലിയ ഹയർ എനർജി സ്പിന്നിലോട്ട് യൂഷ്വലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടുന്നത് ഏത് സോഴ്സ് ആണ് എന്നുള്ളതാണ്. അത് RF ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ദ മോസ്റ്റ് സ്യൂട്ടബിൾ
റിയേജൻറ്റ് ഫോർ ദി ഫോളോയിങ് കൺവേർഷൻ. അപ്പോൾ ഈ ഒരു കൺവേർഷനിൽ നമുക്ക് ഏത് റിയേജൻറ്റിനെ യൂസ് ചെയ്താൽ ഈ ഒരു റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാമെന്നാണ് ചോദ്യം. ഹൈഡ്രജൻ ബാഡ്, റെനെ നിക്കൽ, NaBH4, ലിത്തിയം ഇൻ ലിക്വിഡ് അമോണിയ, ദെൻ ഓസ്മിയം ടെട്രോക്സൈഡ്. ഈ 4 നമുക്ക് റിയേജൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സ്പീഷീസിൽ ആദ്യം എന്ത് ചേഞ്ച് ആണ് വന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഓക്കെ, റിയാക്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ 6 മെമ്പേർഡ് റിങ്ങിന് മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെ റിമൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഡബിൾ ബോണ്ടിൽ ആ 2 ഡബിൾ ബോണ്ട്സിന് പകരം ഇപ്പോൾ എത്ര ഡബിൾ ബോണ്ട്സേ ഉള്ളൂ? സിംഗിൾ ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതാണ് അപ്പോൾ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് റിങ്ങിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. സെക്കൻഡ് റിങ്ങിൽ 2 ഡബിൾ ബോണ്ട്സ് എന്നുള്ളത് ഇപ്പോൾ സിംഗിൾ ഡബിൾ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് റിയേജന്റ് നമുക്ക് യൂസ് ചെയ്താൽ ഈ പറഞ്ഞ ചേഞ്ച് അവിടെ ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റിയാക്ഷൻ ഒന്ന് പരിചയപ്പെടാം. ഇത് ആക്ച്വലി ബെർച്ച് റിഡക്ഷൻ കണ്ടീഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ബെർച്ച് റിഡക്ഷനിൽ എന്താണ് നടക്കുന്നത്, എന്ത് കൺവേർഷൻസ് ആണ് ആക്ച്വലി നടക്കുന്നത്, ഏത് റിയേജൻസിന്റെ പ്രസൻസിലാണ് യൂഷ്വലി റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. The Birch reduction is the process of converting benzene and its aromatic derivatives to 1,4-cyclohexadiene using sodium or lithium as the reducing agent in liquid ammonia as solvent in presence of an alcohol such as ethanol, methanol or tertiary butanol. And it also selectively reduces one of the aromatic rings in presence of another. അപ്പോൾ ബെർച്ച് റിഡക്ഷനിൽ യൂഷ്വലി ഒന്നെങ്കിൽ ബെൻസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോമാറ്റിക് ഡെറിവേറ്റീവ്സ് ഇവരെ 1,4-cyclohexadiene ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് യൂഷ്വലി ബെർച്ച് റിഡക്ഷൻസ്. ഓക്കെ, ബെൻസിൻ അല്ലെങ്കിൽ ബെൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള സ്പീഷീസുകളെ 1,4-cyclohexadienes ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ബെർച്ച് റിഡക്ഷൻ. ആൻഡ് യൂഷ്വലി ബെർച്ച് റിഡക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ലിത്തിയം അല്ലെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിലാണ് യൂഷ്വലി റിയാക്ഷൻസിനെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. എത്തനോൾ, ടെർഷറി ബ്യൂട്ടനോൾ പോലെയുള്ള ആൽക്കഹോൾസിന്റെ പ്രസൻസിലാണ് റിയാക്ഷനെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബെർച്ച് റിഡക്ഷൻസിൽ ഇപ്പം നമ്മൾ ഇപ്പം 2 അരോമാറ്റിക് റിങ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ പർട്ടിക്കുലർലി ഒരു റിങ്ങിനെ മാത്രം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെർച്ച് റിഡക്ഷൻ ആണ്. സെലക്റ്റീവ്ലി റെഡ്യൂസസ് വൺ ഓഫ് ദി അരോമാറ്റിക് റിങ്സ് ഇൻ പ്രസൻസ് ഓഫ് അനദർ. ഓക്കെ, ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമുക്കിപ്പം 2 ആരോമാറ്റിക് റിങ്സ് ഉള്ള ഒരു സ്പീഷീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പീഷീസിൽ നിന്നും പർട്ടിക്കുലർലി ഒരു റിങ്ങിനെ മാത്രം നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു റിഡക്ഷൻ മെത്തേഡാണ് ബെർച്ച് റിഡക്ഷൻ. അപ്പം ഇവിടെ ഈ ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം തന്നിട്ടുള്ള സ്പീഷീസിൽ 2 റിങ്സ് ഉണ്ട്, പക്ഷേ ഒരു റിങ്ങിൽ മാത്രമേ റിഡക്ഷൻ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ബെർച്ച് റിഡക്ഷന്റെ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ബെർച്ച് റിഡക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ലിത്തിയം അല്ലെങ്കിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആണ് ബെർച്ച് റിഡക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ലിത്തിയം ഇൻ ലിക്വിഡ് അമോണിയ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ ബെർച്ച് റിഡക്ഷൻ്റെ കുറച്ച് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും വരുന്ന പരീക്ഷകൾക്കുവേ നമുക്ക് വേറെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ആരോമാറ്റിക് റിങ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഡൈൻസ് വിത്ത് ലിത്തിയം ഓർ സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ ആസ് സോൾവെന്റ്. നമ്മൾ ഇപ്പോൾ ബെൻസിൻ റിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോമാറ്റിക് റിങ്ങിനെ നമുക്ക് സെലക്റ്റീവ്ലി റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെർച്ച് റിഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സോഡിയം അല്ലെങ്കിൽ ലിത്തിയം അമോണിയ ഇൻ പ്രസൻസ് ഓഫ് എ സ്യൂട്ടബിൾ ആൽക്കഹോൾ നമ്മൾ ഇവരെ റെഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇവര് 1,4 നമ്മൾ പറഞ്ഞു ആരോമാറ്റിക് ആയിട്ടുള്ള റിങ്സ് ബെൻസിൻ ആയിക്കോട്ടെ അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിക്കോട്ടെ അവരെ 1,4-cyclohexadiene ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലും 2 ഡബിൾ ബോൺസ് വരുന്ന രീതിയിൽ 1,4-cyclohexadienes ആയിട്ട് ഈ ആരോമാറ്റിക് റിങ്സ് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് പൊതുവേ നമ്മൾ ബെർച്ച് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ബെർച്ച് റിഡക്ഷൻ റിയാക്ഷൻ്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 2 റിങ്സ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു റിങ്ങിനെ മാത്രം പെർട്ടിക്കുലർലി റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ പറഞ്ഞതുപോലെ ബിർച്ച് റിഡക്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ദ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സബ്സ്റ്റിറ്റ്യൂവന്റ്. ഇനി ഇതൊക്കെ നമ്മൾ നോർമൽ ബെൻസിന്റെ കേസിലായിരുന്നു. 1,4-സൈക്ലോഹെക്സഡൈൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഡൗട്ട് ഒന്നുമില്ല, ബിർച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇതാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ബെൻസിൻ റിങ്ങിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന കേസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളും വരാം, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളും വരാം. അപ്പോൾ ഈ കേസിൽ ഞാൻ താണ്ടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പം ആസിഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ അതുപോലെ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ ഇവിടെ കൺസിഡർ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മളൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്ന കേസും കൺസിഡർ ചെയ്തു. ഓക്കെ, ഒരിടത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഒരിടത്ത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന ബെൻസിൻ റിംഗ്. രണ്ടുപേരെയും ഞാൻ ലിഥിയം അല്ലെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആൽക്കഹോളിന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, രണ്ടുപേരിലും റിഡക്ഷൻ സംഭവിച്ചു. 1,4 ഡൈൻസ് ആയിട്ട് ഇവർ കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ രണ്ടുപേരിലും എന്താണ് ഡിഫറൻസസ് വന്നിട്ടുള്ളത്? ആദ്യത്തെ സ്പീഷീസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആർ യൂഷ്വലി പ്രോട്ടോണേറ്റഡ് ഓൺ ദി കാർബൺ ബിയറിംഗ് ദി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ആദ്യത്തെ കേസിൽ ഇവിടെ പ്രോട്ടോണേഷൻ സംഭവിച്ചത് എവിടെയാണ്? എവിടെയാണോ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് അതേ പൊസിഷനിൽ തന്നെയാണ് പ്രോട്ടോണേഷൻ സംഭവിച്ചത്. അതും അതിന്റെ ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള പൊസിഷൻസിലാണ് പ്രോട്ടോണേഷൻ സംഭവിച്ച് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. എന്നാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓർത്തോ പൊസിഷനിലാണ് പ്രോട്ടോണേഷൻ സംഭവിക്കുന്നത്. അതായത് ഓർത്തോ പൊസിഷനും അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പൊസിഷനിലും പ്രോട്ടോണേഷൻ സംഭവിച്ച് ഈ രണ്ട് പൊസിഷനിലും ഡബിൾ ബോണ്ട് വരുന്ന രീതിയിലായിരിക്കും പ്രൊഡക്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ബിർച്ച് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതാണ്? ഒന്ന്, നമ്മളിപ്പോൾ ബെൻസീൻ അല്ലെങ്കിൽ ബെൻസീൻ്റെ ഡെറിവേറ്റീവ്സിനെയാണ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ പ്രോപ്പർ ആൽക്കഹോളിന്റെ പ്രസൻസിൽ ബിർച്ച് റിഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് 1,4-സൈക്ലോഹെക്സഡൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി അത് സെലക്റ്റീവ് റിഡക്ഷനും വിധേയമാവും. സെലക്റ്റീവ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം റിംഗ് ഉള്ള സ്പീഷീസുകളിൽ ഒരു പർട്ടിക്കുലർ റിങ്ങിനെ മാത്രം നമുക്ക് റിഡക്ഷന് വിധേയമാക്കണമെങ്കിലും നമുക്ക് ബിർച്ച് റിഡക്ഷൻ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ റിംഗ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അടുത്ത ബെൻസീൻ റിങ്ങിനകത്ത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ റിംഗ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവരുടെ കേസിൽ ഈ പറഞ്ഞതുപോലെ ബിർച്ച് റിഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചേഞ്ച് ആണ് യൂഷ്വലി സംഭവിക്കുന്നത്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിലാണ് നമ്മൾ ബിർച്ച് റിഡക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റിൽ ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ പൊസിഷനിലും അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിലും ആയിരിക്കും പ്രോട്ടോൺ ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുന്ന കേസസിൽ ആ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന പൊസിഷന്റെ ഓർത്തോ പൊസിഷനിലും അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷനിലുമായിട്ടാണ് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോട്ടോണിനെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് മേജർ ഡിഫറൻസസ്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം നമുക്ക് ചോദിച്ചിട്ടുള്ളത് സെലക്റ്റീവ് റിഡക്ഷന്റെ കണ്ടീഷൻ ഓഫ് ബിർച്ച് റിഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അടുത്ത പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും മാറി നമുക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബിർച്ച് റിഡക്ഷൻ ഞാൻ പറഞ്ഞ 4 കണ്ടീഷൻസും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ ഇത് ബിർച്ച് റിഡക്ഷൻ ആണ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് റിയേജന്റിനെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. നമ്മുടെ ഓർഗാനിക് പാർട്ടിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.